നമ്മളുടെ ഏജിൽ നമുക്ക് തോന്നുന്ന ചില ഫാൻറ്റസീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ കുറച്ചുകൂടെ അസേർട്ടീവായിട്ട് നിന്നാൽ മാത്രമേ കൂടുതൽ നല്ല സിനിമകൾ കിട്ടത്തുള്ളൂ, കുറച്ചുകൂടെ പ്രൊഫഷണൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ കോളേജ് ലൈഫൊക്കെ അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ ലൈഫൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ മിസ് ചെയ്യുന്നു. കാരണം എൻ്റെ ഒരു 8ാം ക്ലാസ്സിന്റെ സമയത്ത് വന്നതാണ്. അതിനുശേഷം എൻ്റെ സ്കൂൾ ലൈഫൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കധികം സ്കൂൾ ലൈഫും ഉണ്ടായിട്ടില്ല, കോളേജ് ലൈഫും ഉണ്ടായിട്ടില്ല, പിന്നെ അധികം ഫ്രണ്ട്സും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മിസ് ചെയ്യുന്നുണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ ഇപ്പോഴുള്ള ലൈഫ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. എൻ്റെ ലൈഫ് എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യം മുതൽ. അതിപ്പോൾ പലർക്കും ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ബാക്കിയുള്ള കുട്ടികളുടെ ലൈഫല്ല എനിക്കുള്ളത്. അപ്പം എനിക്ക് കിട്ടിയ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം എനിക്കത് ബാക്കിയുള്ളതിനെ പറ്റിയിട്ട് ഞാൻ അത്ര വെറിയിടാവുന്നില്ല. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിയ പിന്നെയാണ് ഞാൻ ഇതെനിക്ക് ഇഷ്ടമാണ്, ഇതെനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പാഷൻ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഇതിലേക്ക് എത്തി. അതായത് ലൈഫിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമോ ഒരു ഡ്രീമോ ഒക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഞാൻ ഇതിലേക്ക് വന്നു. ഇപ്പം ഇതാണ് എൻ്റെ ഡ്രീം, ഇതിൽ എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം തന്നെയാണ്. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്.